ശുഭനേർളുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അവിടെ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ചെറിയ ചെറിയ ചാറ്റൽ മഴ കേട്ടോ. ഇപ്പോഴത്തെ മഴ പുതിയ ഒരു രീതിയാണെന്ന് തോന്നുന്നു അല്ലേ. ഒന്ന് ഭയങ്കരമായിട്ട് വെയിൽ തെളിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒന്ന് പെട്ടെന്ന് മഴ പെയ്യുക, പെട്ടെന്ന് വെയിൽ തെളിയുക അല്ലേ. അപ്പോൾ എവിടെയെങ്കിലും ഇറങ്ങുന്നവർ, നടന്നൊക്കെ പോകുന്നവർ കുട എപ്പോഴും കൈ കരുതുക കേട്ടോ. ഇന്ന് ഞാൻ ഈ കുറച്ച് സമയത്തിന് മുൻപ് ഞാൻ എൻ്റെ കുറേ സാധനങ്ങൾ, അതായത് എന്താ കുക്കറിൻ്റെ ഒരു വാഷർ പോയിരിക്കുമായിരുന്നു, വേറൊരു കുക്കറിൻ്റെ നടുക്കത്തെ ഒരു റബ്ബർ പോലിരിക്കുന്നതില്ലേ, നമ്മൾ ചീറ്റുന്നതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു വട്ടത്തിലിരിക്കുന്ന സാധനം പോയിരിക്കുമായിരുന്നു. പിന്നെ ഒരു മിക്സിയുടെ ജാറിൻ്റെ അടപ്പിൻ്റെ പോയിരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഷായി ഞാൻ പോയി, കോട്ടയം ഷായിലാണ് ഞാൻ മിക്കവാറും പോകുന്നത് കേട്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് മഴ കേട്ടോ. ഞാൻ കുട എടുത്തില്ല അവിടം വരെ, പക്ഷേ ഞാൻ സ്കൂട്ടറിനാണ് പോയത്. അത് കഴിഞ്ഞിട്ട് മോളെ വിളിക്കാൻ പോകേണ്ടതുകൊണ്ട് അങ്ങോട്ട് പോയി ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് ബസ്സിന് വന്നോളാം എന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ അവിടെ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പതുക്കെ അവിടെ നിന്ന് കുറച്ച് സ്പൂണ്, എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ മഴ ഒരു പ്രത്യേക മഴയല്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് ജൂണൊക്കെ കഴിഞ്ഞ് പാർലറിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ബോർഡൊക്കെ വെച്ചു. അങ്ങനെ നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, ഇപ്പം കുറച്ച് പേര് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയാൽ കേട്ടോ എൻ്റെ അടുത്ത് ചോദിക്കുക, ശുഭയെ പ്രസവിച്ച് കിടക്കുമ്പോൾ നമ്മൾ നാൽപ്പാമര ചൂടുവെള്ളമൊക്കെ ദേഹത്തൊഴിച്ച്, ഇപ്പം എന്താ സിസേറിയൻ ആണേലും സാധാ പ്രസവമാണേലും ഒക്കെ നമ്മൾ നാൽപ്പാമരാതി വെള്ളം വിട്ട് നമ്മൾ മേത്ത് വെള്ളം ഒഴിച്ച് കുളിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ മുഖത്ത് ഈ ഒരു ടൈമിൽ നമ്മുടെ മുഖത്ത് നമ്മുടെ മുഖത്തിടാൻ പറ്റിയ പായ്ക്കുകൾ ഏതൊക്കെയാണ് ശുഭയോ ഒന്ന് പറഞ്ഞു തരാമോ? അതായത് നമ്മുടെ ഈ ഒരു ടൈമിൽ നമ്മുടെ സ്കിന്നൊക്കെ ഇളത്തയായിട്ടിരിക്കുമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ വലിയ ഒരു സംഭവം കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിനെ ഇതാക്കിയെടുക്കാനായിട്ട് നമ്മൾ മരുന്നുകളായിട്ടും നമ്മൾ ദേഹത്ത് ശുശ്രൂഷയായിട്ടും ഒക്കെ നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കിന്നിൽ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരുപാട് ആൾക്കാർ എൻ്റെ ഓയിൽ ഈ ഒരു ടൈം തേക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി പേരിൽ 1 ലിറ്റർ 1 ലിറ്റർ ഒക്കെ വാങ്ങിക്കുന്നുണ്ട് പ്രസവ സമയത്തിലേക്ക് വേണ്ടിയതാണെന്നും പറഞ്ഞ്. പിന്നെ ഈ പ്രഗ്നൻസി പീരിയഡിൽ നമ്മുടെ കഴുത്തേൽ ഭയങ്കരമായിട്ട് കറുപ്പ് വരത്തില്ലേ, ആ കറുപ്പ് മാറാൻ എൻ്റെ ഓയിൽ സൂപ്പറാണ് കേട്ടോ. ഒത്തിരി ആൾക്കാർ കൊണ്ടുപോയി തേക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ. നമ്മുടെ കഴുത്തേൽ, നമ്മുടെ മുഖത്ത്, അത് ഹോർമോൺ ചേഞ്ചസും കൊണ്ടുണ്ടാകുന്നതാണ്. പക്ഷേ നമ്മുടെ ഓയിൽ ആ സമയത്ത് തേച്ചിട്ട് കൊടുത്ത് നല്ല മാറ്റമുണ്ടെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞു. 7 മന്തായ ഒരു കൊച്ചിതുപോലെ ചേച്ചി പോകുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ ഓയിൽ തേച്ച കറുപ്പെല്ലാം മാറും, തേച്ച് നോക്കുമെന്ന് പറഞ്ഞു. 8ാം മാസമായപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ചേച്ചി ഒരുപാട് മാറ്റമുണ്ട്, കഴുത്തിൽ ഒരുപാട് മാറ്റമുണ്ട്, കറുത്ത് പോലെ ആയതാണ് എൻ്റെ കഴുത്ത്. പിന്നെ എൻ്റെ മുഖത്തെല്ലാം കറുത്തപാട് ഒത്തിരി വന്നു. പിന്നെ അത് ചേച്ചിയുടെ ഓയിൽ തേച്ചിട്ട് ഒരുപാട് മാറ്റമുണ്ടെന്ന് ഒരുപാട് പേര്, അത് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലല്ലേ, ഒരുപാട് ആൾക്കാർ പ്രഗ്നൻസി പീരീഡിലെ കറുപ്പ് പോകാനായിട്ട് എൻ്റെ ഓയിൽ സൂപ്പറാന്ന് ഒത്തിരി പേര് പറയുന്നുണ്ട്. പിന്നെ ന്യൂ ബോൺ ബേബീസിനും ഈ കളർ കുറവുള്ള പിള്ളേരൊക്കെ ഇല്ലേ, നമുക്ക് ഒരു 9 മന്തൊക്കെ ആകുമ്പോൾ ബിപിയും ഷുഗറും ഒക്കെ ചിലർക്ക് ഉണ്ടാകും അല്ലേ. എനിക്കുണ്ടായിരുന്നു കേട്ടോ. BP ഒക്കെ ഹൈ BP ആയിരുന്നേ ആ ഒരു സമയത്ത്. അപ്പോൾ എനിക്കതിൻ്റെയൊക്കെ അറിയാം ഓരോരുത്തരിങ്ങനെ പറയുമ്പോൾ. അപ്പോൾ ആ ഒരു ടൈമിൽ കുഞ്ഞിന് കുറച്ച് കളർ കുറവായിരിക്കും. നമ്മൾ പേരൻസിന് നല്ല കളറുണ്ടെങ്കിലും കുഞ്ഞ് ആ ഒരു BPയിലും ഒക്കെ ഷുഗറിലും ഒക്കെ കിടക്കുന്ന കുട്ടികൾക്ക് നന്നായിട്ട് കളർ കുറവായിരിക്കും ഉണ്ടാകുമ്പോൾ. പിന്നെ 28ഒക്കെ ആകുമ്പോഴത്തേന് നല്ലതാകും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ഓയിൽ തേച്ച് മസാജ് ചെയ്യുവാണെങ്കിൽ നല്ല കളർ കുട്ടികൾക്കും വരും, അമ്മമാർക്കും. പിന്നെ നമ്മൾ വെയിലൊന്നും കൊള്ളാതെ 3 മാസമൊന്നും ഒരു അമ്മമാരും ഒന്നും ഇപ്പം ഇരിക്കത്തില്ല. എന്തായാലും ഒരു 28 വരെ നമ്മൾ ശരിക്കും റെസ്റ്റ് എടുക്കണം. പിന്നെ ആയിരിക്കും നമ്മൾ നമ്മുടെ നടുവിനൊക്കെ വേദനയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അന്ന് പറഞ്ഞാൽ അനുസരിക്കാത്തതിൻ്റെയും നമ്മൾ എഴുന്നേറ്റ് ഓടി നടക്കുന്നതിൻ്റെ ഒക്കെ നമ്മൾ അനുഭവിക്കുന്ന കേട്ടോ. പക്ഷേ ഇപ്പോഴുള്ള ഡോക്ടേഴ്സൊക്കെ പറയുന്നത് പിറ്റേ ദിവസം തന്നെ എഴുന്നേറ്റ് ഓടിക്കോളാനാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ പരമ്പരാഗതമായ രീതി ഈ ഒരു സമയത്ത് നമ്മൾ നോക്കണം കേട്ടോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അപ്പോൾ
ഞാനൊരു 3 മാസമൊക്കെ ശരിക്കും റെസ്റ്റ് എടുത്ത ആളാണ് കേട്ടോ. പക്ഷേ എനിക്കങ്ങനെ നടുവിന് വേദന പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാലും എൻ്റെ പുറം ഇങ്ങനെ കഴയ്ക്കുന്ന പോലെ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഉണ്ടാകും കേട്ടോ. അത് ആയുർവേദമൊക്കെ കഴിക്കുമ്പോൾ അങ്ങ് മാറിക്കോളും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പായ്ക്കുകൾ. ഇപ്പം നമ്മൾ ഈ പ്രസവിച്ച് കിടക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഓയിലൊക്കെ തേച്ച് നമ്മൾ നാൽപ്പാമരാതി ഒക്കെ ഇട്ട് നമ്മൾ കുളിക്കുമല്ലോ. കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഫേസിൽ പിന്നെ ചില ഈ വയറ്റാട്ടികൾ എന്നൊക്കെ പറയുകയല്ലേ, നമ്മളെ ഇങ്ങനെ നോക്കാനൊക്കെ വരുന്നവർ കുറേ പച്ചമഞ്ഞൾ അരച്ച് നമ്മുടെ മുഖത്തോട്ടൊക്കെ തേക്കും. അതും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ചും കൂടെ നമുക്ക് കളർ വരാനും കുറച്ചും കൂടെ ഒരു മുഖത്തിനൊരു പ്രസന്നതയും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ഓട്സ് പൊടി എടുക്കുക, കുറച്ച് കസ്തൂരി മഞ്ഞൾ എടുക്കുക, അതിലേക്ക് തേനൊഴിച്ച് ബാങ്ക് വിളിക്കുന്ന തേനൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തെല്ലാം തേച്ച് വെക്കുക. നമ്മുടെ ഓയിൽ തേക്കുന്നവരാണെങ്കിൽ ഓയിൽ തേച്ചിട്ട് നമ്മൾ കുളിക്കാൻ സമയമാകുമ്പോൾ ഈ ഒരു പായ്ക്ക് മുഖത്ത് ഫുള്ളിടുക. ഓട്സ്, കസ്തൂരി മഞ്ഞൾ, തേന്, ഇത് മൂന്നും കൂടെയുള്ള മിശ്രിതം ഫുള്ള് നമ്മുടെ മുഖത്തിട്ടിട്ട് കഴുകിക്കളയാം കേട്ടോ. പിന്നെ പയറുപൊടി ഇട്ട് കഴുകണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയവർ ഈ ഒരു ടൈമിൽ ഓയിൽ കൊണ്ടുപോയവരടുത്ത് ഞാൻ പറഞ്ഞേക്കുന്നത് പയറുപൊടി ഇട്ട് തന്നെ കഴുകിക്കളയാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു പായ്ക്കിൻ്റെ കാര്യം ഒരുപാട് പേര് ചോദിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പായ്ക്കിൻ്റെ കാര്യം നിങ്ങളുടെ അടുത്ത് ഇപ്പം പറയുന്നത്. ഓട്സ് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ഓട്സ് പൊടി, കുറച്ച് തേന്, കുറച്ച് കസ്തൂരി മഞ്ഞൾ, നല്ല കസ്തൂരി മഞ്ഞളായിരിക്കണം. നമ്മൾ ഈ ഒരു ടൈമിൽ അങ്ങാടിക്കടയിൽ പോയി നമ്മൾ നാൽപ്പാമരാതിയൊക്കെ മേടിക്കാൻ പോകുമ്പോൾ അവിടുന്ന് നല്ല കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി വാങ്ങിക്കുക. അതും കൂടി ഇട്ടിട്ട് ഒരു മാസം എന്നും ഈ പായ്ക്കിടുക. നമ്മൾ കുഴമ്പൊക്കെ തേച്ച് പിന്നെ ദേഹത്ത് നടുവിനൊക്കെ കുഴമ്പ് തേക്കുമല്ലോ, നമ്മുടെ മുഖത്തും കഴുത്തേലും കയ്യേലും ഒക്കെ നമ്മുടെ ഓയിൽ തേക്കുക. എന്നിട്ട് നമ്മൾ കഴുകിക്കളയാൻ നേരം, അതായത് നമ്മൾ കുളിക്കുന്ന ടൈമിൽ ഈ ഒരു ഓട്സ് പൊടിയും തേനും കസ്തൂരി മഞ്ഞളും ഒരു 5-10 മിനിറ്റ് നമ്മുടെ മുഖത്ത് വെച്ചുകൊണ്ടിരുന്നിട്ട് കഴുകിക്കളഞ്ഞിട്ട് ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുഖത്തോട്ടൊന്ന് നോക്കിക്ക് എന്ത് മാറ്റം വരുമെന്നറിയാവോ. പ്രത്യേകിച്ച് ഈ ഓട്സ് എന്നൊക്കെ പറയുന്നത് സ്കിന്നിലേക്ക് പെട്ടെന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് അങ്ങ് പറയുക കേട്ടോ. ദൈവത്തിനെ ഓർത്ത് കേട്ടോ, സമയമില്ല, അതുകൊണ്ടാണ്. അപ്പം ഈ ഓട്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ തന്നെ നല്ല മാറ്റം വരുത്തുന്ന ഒരു സാധനമാണ് ഓട്സ്. ഓട്സിലൂടെ പാല്, ഓട്സിലൂടെ തൈരൊക്കെ നമുക്കൊക്കെ ഇടാം കേട്ടോ. ഞാൻ ഈ പ്രസവിച്ച് കിടക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഓയിൽ നമ്മുടെ മുഖത്ത്, നമ്മളെ പ്രഗ്നൻസി പീരിയഡിൽ നമ്മുടെ കഴുത്തിലെ കറുപ്പ് പോകാനും മുഖത്തെ കറുപ്പ് പോകാനും ഒരുപാട് പേര് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാം ഒന്നും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഞാൻ മറന്നു പോകും. അതിനാണ് ഞാൻ എല്ലാ ദിവസവും നമ്മുടെ ഓയിലിനെ കുറിച്ച് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇപ്പം കുറച്ച് മുന്നേ ഒരമ്മ വിളിച്ച് ചോദിച്ച കാര്യമാണ്. അപ്പം മുന്നോട്ട് നോക്കിയപ്പോൾ കുറേ പേര് ഈ കാര്യം തന്നെ ചോദിച്ചിട്ടുണ്ട് പല രീതിയിലായിട്ട്. പ്രസവിച്ച് കിടക്കുന്ന സമയത്ത്, അതായത് കുഞ്ഞുണ്ടായി കഴിഞ്ഞ സമയത്ത് നമ്മുടെ കറുപ്പൊക്കെ പോകുമല്ലോ, നമ്മുടെ കുറേ കറുപ്പൊക്കെ കുറയും. ആ ഒരു ടൈമിൽ നമ്മുടെ വേദുവെള്ളത്തിലുള്ള കുളിയും ഇങ്ങനെ നാൽപ്പാമരാതിയിട്ടുള്ള കുളിയൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കറുപ്പൊക്കെ കുറേയൊക്കെ അങ്ങ് മാറും. പിന്നെ പ്രഗ്നൻസി പീരീഡിൽ നമ്മുടെ ഓയിൽ തേച്ച് കൊടുത്താൽ നന്നായിട്ട് ആ കറുപ്പ് മാറും കേട്ടോ. ഒരുപാട് പേര് കറുപ്പായിട്ട് കഴുത്തും ഇങ്ങനെ മുഖം എല്ലാം വ്യത്യാസം വരും, ഒരുപാട് വ്യത്യാസം വരും. ഹോർമോൺ ചേഞ്ചസും കൊണ്ടുണ്ടാകുന്ന അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ ഓയിൽ തേച്ച് കൊടുത്താൽ ഈ കറുപ്പെല്ലാം മാറും. പിന്നെ പ്രസവിച്ച് കിടക്കുന്ന ടൈമിലെ പായ്ക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ വന്ന് കമൻ്റ് ഇടുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. ബൈ.